എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാരുടെ കപ്പൽ അതാണെങ്കിൽ വലിയൊരു ഷാർക്കിന്റെ വായിൽ അങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, ജിംബൈ എത്ര വേഗം കപ്പൽ ഡൈവേർട്ട് ചെയ്ത് അതിന്റെ വായിൽ നിന്ന് കപ്പൽ നീക്കിക്കൊണ്ട് പോകണം. അതിന് ജിംബൈ ആണെങ്കിൽ ഓക്കെ പറഞ്ഞ് അവൻ വമ്പ ഫോഴ്സിൽ അങ്ങനെ മുൻപോട്ടേക്ക് കുതിച്ച് പായിപ്പിക്കുകയാണ്. ആ ഷാർക്ക് ആണെങ്കിൽ വാ ക്ലോസ് ചെയ്യേണ്ട അടുത്ത നിമിഷം ജസ്റ്റ് മിസ്സിന് നമ്മുടെ ആൾക്കാരുടെ കപ്പൽ ഡൈവേർട്ട് ചെയ്ത് മുകളിലേക്ക് ഉയർന്നു പോയി താഴേക്ക് ഡൈവ് ചെയ്ത് വന്ന് നിൽക്കും. ആ ഷാർക്ക് ആണെങ്കിൽ ഡൈവേർട്ട് ചെയ്ത് തിരിഞ്ഞു പോവാണ്. നമ്മുടെ ആൾക്കാർ ആ ഷാർക്കിനെ ശ്രദ്ധിക്കും. അത് ഒരു നോർമൽ ഷാർക്ക് അല്ല, അതിനെ ആരോ ക്രിയേറ്റ് ചെയ്തതാണ്. ഡോക്ടർ വേഗോഫ് പങ്കിന്റെ ഒരു അടയാളവും പേരും അത് ആ ഷാർക്കിന്റെ ബോഡിയിൽ കാണും. ഉടനെ നമ്മുടെ ആൾക്കാർക്ക് പിടികിട്ടും അവൻ ക്രിയേറ്റ് ചെയ്ത ഒരു അയൺ ഷാർക്കാണത്. നോർമൽ ഷാർക്ക് ആണെങ്കിൽ നമ്മുടെ ആൾക്കാർ അതിന്റെ വയറ്റിൽ പെട്ടുപോയാലും എങ്ങനെയെങ്കിലും വെട്ടിയോ തുരന്നോ പുറത്തേക്ക് വരാൻ കഴിയും. പക്ഷേ ഈ അയൺ ഷാർക്ക് വായിൽ പെട്ടുപോയാൽ തീർച്ചയായിട്ടും അത് കപ്പലടക്കം എല്ലാവരെയും നശിപ്പിച്ചു കളയും. സോ നമ്മുടെ ആൾക്കാർ ഒരു കടുകുമണി വ്യത്യാസത്തിലാണ് അതിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പൊ സേഫായി പുറത്തേക്ക് വന്നത്. ജിംബൈ ആണെങ്കിൽ ചുറ്റും നോക്കും. ലൂഫിയെയും ചോപ്പറിനെയും ജുവൽ ബോൾ പെണ്ണ് അവളെയും കാണാനില്ല. അവർ മൂന്ന് പേരും കൺട്രോൾ പോയി കടലിൽ അടിച്ചു വീണിരിക്കുകയാണ്. ജിംബൈ ആണെങ്കിൽ ഫ്രാങ്കിയുടെ കയ്യിലേക്ക് കപ്പലിന്റെ നിയന്ത്രണം ഏൽപ്പിച്ച് ഇപ്പൊ കടലിലേക്ക് എടുത്തു ചാടും. കാരണം കടലിൽ വീണ നമ്മുടെ മൂന്ന് ആശാമാരും ഡെവൽ ഫ്രൂട്ട് യൂസേഴ്സ് ആണ്. സോ കടലിൽ ഇവരെ കൊണ്ട് സർവൈവ് ചെയ്യാനായിട്ട് കഴിയില്ല. ജിംബൈ ആണെങ്കിൽ അങ്ങനെ താഴേക്ക് ഓടിയിട്ട് ഇറങ്ങും. അപ്പൊ അവൻ കാണും കടലിന്റെ ആഴങ്ങളിലേക്ക് താഴേക്ക് പോകുന്ന നമ്മുടെ ആൾക്കാരെ. ഫ്രാങ്കി ആണെങ്കിൽ നന്നായിട്ട് കപ്പൽ ഡൈവേർട്ട് ചെയ്ത് ഒരു ഭാഗത്ത് സേഫായിട്ട് നിർത്തുകയാണ്. അപ്പം അവൻ കാണും ആ ഷാർക്ക് അത് വീണ്ടും ഓപ്പോസിറ്റ് വരികയാണ്. അവനൊരു പ്രത്യേകതരം പവർ ഉപയോഗിച്ച് കപ്പൽ കുറെ കൂടെ സ്പീഡിൽ മുൻപോട്ടേക്ക് കൊണ്ടുപോകും. ഷാർക്ക് ആണെങ്കിൽ വിടാതെ കപ്പലിനെ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു നിമിഷം എത്തുമ്പോൾ അത് കപ്പലിന്റെ ക്ലോസ് എത്തും. ഷാർക്കിനെ ആണെങ്കിൽ ക്ലോസപ്പ് ഷോട്ടിൽ കാണിക്കും. അതിന്റെ കണ്ണുകൾ ഒരു ക്യാമറ ആണ്. അതിനെ കൺട്രോൾ ചെയ്യുന്ന ആള് അതുവഴിയാണ് ഓരോ മൊമെന്റ്സും മനസ്സിലാക്കുന്നത്. ആ ഒരു ഷാർക്ക് അതിപ്പോ കപ്പലിന്റെ അടിയിലേക്ക് വന്ന് പൊട്ടി അങ്ങോട്ട് തെറിക്കും. ആണെങ്കിൽ കപ്പൽ ഉയർത്താൻ ശ്രമിക്കും. പക്ഷേ ആ ഒരു വലിയ എക്സ്പ്ലോഷറിൽ കപ്പലിലേക്ക് വന്ന് പതിച്ച് അതിലേക്ക് വെള്ളം കയറാനായിട്ട് തുടങ്ങും. ഇവിടെ ജിംബൈ ആണെങ്കിൽ ആ വലിയ ശബ്ദം കേൾക്കും. എന്തോ പുറത്ത് കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ജിംബൈ അവൻ ലൂഫിയെയും ആ പെൺകുട്ടിയെയും ചോപ്പറിനെയും മൂന്ന് പേരെയും പിടിച്ചു വലിച്ച് മുകളിലേക്ക് കൊണ്ടുവരികയാണ്. അവൻ അവരെ ചെക്ക് ചെയ്യും. അവർക്ക് മൂന്ന് പേർക്കും കുഴപ്പമൊന്നുമില്ല. അവർ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് റിലാക്സ് ചെയ്യുകയാണ്. എന്താ നമ്മുടെ ആൾക്കാരെയും കപ്പലിനെയും കാണാനില്ല. ജിംബൈ ആണെങ്കിൽ ചുറ്റും നോക്കും. അവിടെ എവിടെയും കപ്പൽ കാണാനില്ല. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു അലയിൽ കപ്പൽ കുടുങ്ങിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അവർ തിരികെ എത്തും. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവരങ്ങനെ ചുറ്റും നോക്കുമ്പോഴായിരിക്കും ആ ഷാർക്ക് അവരെ ലക്ഷ്യമാക്കി ചേറി പാഞ്ഞു വരിക. അത് ക്ലോസ് തന്നെ താമസം വാ തുറന്ന് ഒക്കെ ഉപയോഗിച്ച് പറഞ്ഞ് ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ജിംബൈക്കാണെങ്കിൽ കാര്യം പിടികിട്ടും. മുകളിലൂടെ സ്വിം ചെയ്ത തീർച്ചയായിട്ടും ഇതിന്റെ അറ്റാക്കിൽ പെട്ടുപോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാരോട് മൂന്ന് പേരോടും സ്ട്രോങ് ആയിട്ട് ബ്രീത്ത് എടുക്കാൻ പറയും. അവരാണെങ്കിൽ ബ്രീത്ത് എടുക്കും. അടുത്ത നിമിഷം ജിംബൈ അവരെ മൂന്ന് പേരെയും പിടിച്ചു വലിച്ച് കടലിനടിയിലേക്ക് നല്ല സ്പീഡിൽ ഓടിയിട്ട് പോവാണ്. ജിംബൈ ആണെങ്കിൽ താഴേക്ക് പോകേണ്ട താമസം അവിടെ വലിയൊരു എക്സ്പ്ലോഷർ വീണ്ടും ആ ഒരു ഷാർക്ക് ക്രിയേറ്റ് ചെയ്യാണ്. അതിന്റെ എഫക്റ്റിൽ ജിംബൈക്ക് പോലും പ്രോപ്പറായിട്ട് സ്വിം ചെയ്യാൻ കഴിയില്ല. മറ്റൊരു ഭാഗത്ത് കപ്പലാണെങ്കിൽ ഇപ്പൊ കടലിലേക്ക് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഫ്രാങ്കി അവൻ അപ്പോഴും വിടാതെ കപ്പൽ മുകളിലേക്ക് ഉയർത്താതെ അതേ ലെവൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കപ്പൽ മുൻപോട്ടേക്ക് കൊണ്ടുപോകും. ആക്ച്വലി കപ്പലിൽ കൂടുതൽ ആൾക്കാരും ഡെവൽ ഫ്രൂട്ട് യൂസേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിന് അതൊരു ത്രട്ടൻ തന്നെയാണ്. ഡെവൽ ഫ്രൂട്ട് യൂസേഴ്സ് അല്ലാത്തവർ ഒരു വിധത്തിൽ പിടിച്ചു നിൽക്കും. അപ്പൊ ദൂരത്തായിട്ട് ആ ഷാർക്ക് അത് വീണ്ടും ആ കപ്പലിനെ ലക്ഷ്യം വെച്ച് അതിനെ വിഴുങ്ങാനായിട്ട് വരികയാണ്. അങ്ങനെ അടുത്ത് വരെ ഫ്രാങ്കി ആണെങ്കിൽ സ്പീഡ് കൂട്ടാൻ ശ്രമിക്കും. പക്ഷെ ക്ലോസ് എത്തി കപ്പലിനെ മുഴുവനായിട്ടും സ്വാളോ ചെയ്യാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ഒരു വലിയ പഞ്ച് അതിന്റെ നേർക്ക് വീഴുക. പഞ്ച് ചെയ്തത് മറ്റൊരു വലിയ റോബോട്ടാണ്. അതിനാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല. അത് കൺഫ്യൂസ്ഡ് ആയിട്ട് ആ റോബോട്ടിനെയും കപ്പലിനെയും മാറി മാറി നോക്കും. ആ റോബോട്ടിനെ ആണെങ്കിൽ സൂം ചെയ്ത് കാണിക്കും. അതിന്റെ മേലെയും വേഗ് ഓഫ് പങ്ക് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ആ റോബോട്ടും ഷാർക്കും അവറ്റകൾ രണ്ടും ഇപ്പൊ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. അതേസമയം ഇവിടെ ഫ്രാങ്കി അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും കപ്പൽ മുകളിലേക്ക് ഉയർത്താനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം കപ്പലിന്റെ അകത്തുള്ളവരുടെ അവസ്ഥ അത് മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ പങ് ഹസാഡിൽ നിന്ന് നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് രക്ഷപ്പെടുത്തിയ ആ കുഞ്ഞുങ്ങളെ കാണിക്കും. അവരാണെങ്കിൽ ഒരു പ്രത്യേക ഐലാൻഡിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. അപ്പോഴായിരിക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള ചില തിങ്സ് ഒക്കെ ആയിട്ട് ടഷക്കി അവൾ അവിടേക്ക് കടന്നു വരിക. ആ കുഞ്ഞുങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത് മുതൽ അവളാണ് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അവർക്ക് കഴിക്കാനുള്ള മെഡിസിൻസ് ഇപ്പൊ അവൾ കൊടുക്കും. ആ കുഞ്ഞുങ്ങൾ പറയും, ഞങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു മരുന്നിന്റെ ടേസ്റ്റ് അതൊട്ടും ഇഷ്ടമല്ല, പക്ഷെ നീ തരുന്നത് കൊണ്ട് മാത്രം ഞങ്ങളിത് കഴിക്കാമെന്ന് പറഞ്ഞ് അവർ ആ മരുന്ന് കുടിക്കാനായിട്ട്
പഠിക്കാനായിട്ട് തുടങ്ങും. അവളാണെങ്കിൽ എങ്ങനെയെങ്കിലും അവരെ ബാക്ക് ടു നോർമൽ സൈസാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. എല്ലാം കഴിഞ്ഞ് അവർ ബാക്ക് ടു നോർമലായി കഴിഞ്ഞാൽ അവരുടെ വീടുകളിലേക്ക് സേഫായിട്ട് എത്തിക്കുക, അതാണ് അവളുടെ ലക്ഷ്യം. ആ കുഞ്ഞുങ്ങളാണെങ്കിൽ ലൂഫിയെക്കുറിച്ചൊക്കെ അവളോട് ചോദിക്കാനായിട്ട് തുടങ്ങും. ഞങ്ങൾക്ക് അവനെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അവനാണ് അവളെ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സേവ് ചെയ്ത് ഇവിടേക്ക് എത്തിച്ചത്. അപ്പോൾ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒരു റീക്യാപ്പ് പോലെ അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ കാണിക്കും. സീസർ ബിഗ് മോമിന്റെ നിർദ്ദേശത്താൽ ആ റിസർച്ച് അത് സ്റ്റാർട്ട് ചെയ്തതും അവന്റെ അസിസ്റ്റൻസിനെ ഉപയോഗിച്ച് ഇതുപോലുള്ള കുഞ്ഞുങ്ങൾ അവിടേക്ക് കൊണ്ടുവന്ന് അവന്റെ റിസർച്ച് അവരുടെ ദേഹത്ത് തുടങ്ങിയതും അങ്ങനെ ആ കുഞ്ഞുങ്ങളെല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടുന്ന സമയത്താണ് അവിടേക്ക് ലൂഫി ആൻഡ് ടീം എത്തിയതും ആ കുഞ്ഞുങ്ങളെല്ലാവരും പ്രൊട്ടക്ട് ചെയ്ത് ദേവിയുടെ കയ്യിൽ ഏൽപ്പിച്ചതും. ടഷിക്കയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അവരെ തന്നെ നോക്കുകയാണ്. അപ്പോഴായിരിക്കും വൈസ് അഡ്മിറൽ അവരവിടേക്ക് വന്ന് എൽമപ്പോവിന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ചോദിക്കും. ടഷിക്കയാണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് അവന്റെ കാര്യത്തിൽ യാതൊന്നും തന്നെ ചെയ്യാനില്ല. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ കണ്ണാടി പയ്യനെ ആ ബ്ലാക്ക് ബിയേർഡ് അവൻ അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. അവനെ തിരികെ പിടിക്കാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നാണ് എൽമപ്പോ അവളോട് ചോദിക്കുക. ടഷിക്കയാണെങ്കിൽ ഒരുപാട് വിഷമവും നിസ്സഹായതയൊക്കെ തോന്നും. കാരണം ബ്ലാക്ക് ബിയേർഡിന്റെ പവർ അവൾക്ക് നന്നായിട്ട് അറിയാം. കണ്ണാടി പയ്യൻ അവൻ അവളുടെ അസിസ്റ്റന്റ് ആയിട്ടാണ് നേവിയിൽ വളർന്നു വന്നത്. ഒരുപാട് ട്രെയിനിങ് കൊടുത്ത് അവളോടൊപ്പം നിർത്തിയാണ് അവൾ കർവ് ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ അവൻ ഇത്തരത്തിലൊരു അവസ്ഥ വന്നത് അറിയുമ്പോൾ അവൾക്ക് ഒരുപാട് വിഷമം തോന്നും. അതേസമയം എൽമപ്പോ ആണെങ്കിൽ പവർഫുൾ ആയ ഒരാളോട് റിക്വസ്റ്റ് ചെയ്യാണ്, ദയവ് ചെയ്ത് എന്നെ സഹായിക്കണം. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കണ്ണാടി പയ്യൻ, അവനെ തിരികെ പിടിച്ചേ പറ്റൂ. അതിനവൻ പറയും, കരുതും പോലെയല്ല കണ്ണാടി പയ്യൻ, അവനുള്ളത് ബ്ലാക്ക് ബിയേർഡിന്റെ കൂടെ ആ പൈററ്റ് ഐലാൻഡിലാണ്. ബ്ലാക്ക് ബിയേർഡിന്റെ പവർ അതെന്താണെന്ന് എനിക്കറിയില്ല. അത് നേരിട്ട് കണ്ടിട്ടും അനുഭവിച്ചിട്ടുള്ളവനാണ് ഞാൻ. അവിടെ ഒരുപാട് പൈററ്റ്സ് ഉണ്ട്. നമ്മളെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയാൽ അവ കണ്ണാടി പയ്യനോടൊപ്പം നമ്മളെയും ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും. സോ അത്ര എളുപ്പത്തിൽ അവന്റെ കോട്ടയിലേക്ക് പോയി കണ്ണാടി പയ്യനെ തിരികെ പിടിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ആണെങ്കിൽ അവനോട് കെഞ്ചുകയാണ്, ഓൾറെഡി ആ ഐലാൻഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം എനിക്കറിയാം. അതുകൊണ്ടാണ് നിന്റെ സഹായം ഞങ്ങൾ ചോദിച്ചത്. സർഫിംഗ് ചെയ്ത് ആ കടലിനടിയിലൂടെ അടുത്തുള്ള ഐലാൻഡ് വഴി നമ്മൾ അവിടേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് ബിയേർഡിന്റെ ബൗണ്ടറിയിലേക്ക് കയറി പറ്റാനായിട്ട് കഴിയും. പിന്നീട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ കണ്ണാടിപ്പയനെ നമുക്ക് സേവ് ചെയ്യാം. അത് കേട്ടാ പ്രിൻസിനാണെങ്കിൽ കൺട്രോൾ പോവും. ഓ നോ, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു അത് റിസ്ക് ആണെന്ന്. എന്നെ കൊണ്ട് ഒരിക്കലും അത്രയും വലിയ റിസ്ക് ഏറ്റെടുക്കാനായിട്ട് കഴിയില്ല. അങ്ങനെ ഏറ്റെടുത്താൽ കണ്ണാടിപ്പയനും നിനക്ക് മാത്രമല്ല എനിക്കും എന്റെ ക്രൂവിന് പോലും വലിയ അപകടമാണ്. സോ എന്നെ കൊണ്ട് ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് കേട്ട് എൽമപ്പോ ആണെങ്കിൽ ഇപ്പൊ പൊട്ടിക്കരയും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പോൾ ബ്ലാക്ക് ബിയേർഡിന്റെ ഐലാൻഡിന് അടുത്തുള്ള മറ്റൊരു ഐലാൻഡ് കാണിക്കും. അവിടെയാണ് ജ്വല്ലറി ബോണിയും ലൂഫിയും ചോപ്പറും ജിംബയും അവർ 4 പേരും ഉള്ളത്. ബാക്കിയുള്ള ടീംമേറ്റ്സ് അവരെവിടേക്ക് പോയി, അവർക്ക് എന്ത് സംഭവിച്ചോന്ന് നമ്മുടെ ആൾക്കാർക്ക് അറിയില്ല. ലൂഫി ആണെങ്കിൽ കാഷ്വലായിട്ട് ജ്വല്ലറി ബോണിയോട് നീ ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കും. അതിനവള് പറയും, നീ ഇത്ര വേഗം എന്നെ മറന്നുപോയോ? ഞാനും ജനറേഷനിലുള്ള ഒരു പൈററ്റാണ്, എന്റെ പേര് ജ്വല്ലറി ബോണി എന്ന് പറയും. അത് കേട്ട് ലൂഫി ആണെങ്കിൽ ചിരിക്കുകയാണ്. വാവ്, അടിപൊളി. ആക്ച്വലി വേസ്റ്റ് ജനറേഷനിൽ സുന്ദരികളായിട്ടുള്ള പൈററ്റ്സ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അതിപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവളെ നോക്കി ഇളിച്ച് കാണിക്കുകയാണ്. ജ്വല്ലറി ബോണി ആണെങ്കിൽ ലാസ്റ്റ് ടൈം സബോർഡിനേറ്റ് ആർക്കിപെലകത്തിലുണ്ടായ കാര്യങ്ങൾ അതൊന്നൊന്നായിട്ട് അവനോട് പറയും. അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിലും ഇന്ന് നീയാണ് എൻ്റെ ലൈഫ് സേവ് ചെയ്തത്. താങ്ക് യു വെരി മച്ച്. ലൂഫി ആണെങ്കിൽ അവൾ പറയുന്നൊന്നും ശ്രദ്ധിക്കാതെ ചോപ്പറിന്റെ തലയിൽ വെള്ളം ഒഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ചോപ്പർ ആണെങ്കിൽ തൊപ്പി ഉപയോഗിച്ച് തലയിൽ വീണ വെള്ളം അതങ്ങനെ തെറിപ്പിച്ച് കളഞ്ഞ് ലൂഫിയോട് ദേഷ്യപ്പെടുകയാണ്. ജ്വല്ലറി ബോണിക്കാണെങ്കിൽ അതെല്ലാം കണ്ട് കൺട്രോൾ പോവും. സത്യത്തിൽ 4 എംപറേഴ്സിൽ ഒരാൾ തന്നെയാണോ? ആക്ച്വലി ആ വാണ്ടഡ് പോസ്റ്ററിൽ വൈറ്റ് ഹെയർ ഒക്കെ ആയിട്ടുള്ള ഒരു പുതിയ ലൂഫിയാണ് ഞാൻ കണ്ടത്. പക്ഷേ ഇവൻ ഇപ്പോഴും ബാക്ക് ടു നോർമൽ ആണല്ലോ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ ഒരുപാട് കൺഫ്യൂസ്ഡായി അവനെ തന്നെ നോക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ഇപ്പൊ അവളുടെ കപ്പലിന് എന്ത് പറ്റി, അവളുടെ ടീംമേറ്റ്സ് എവിടെയും ചോദിക്കും. അതിനവള് പറയും, ആ വലിയൊരു ഷാർക്ക് അത് എന്നെയും എൻ്റെ കപ്പലിനെയും അറ്റാക്ക് ചെയ്തു. ക്രൂ എവിടേക്ക് പോയി സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ ഉള്ളത് ആ വേഗ് ഓഫ് പങ്കിന്റെ ലാബൊക്കെയുള്ള ഐലാൻഡിലാണ്. അത് കേട്ട് ലൂഫിക്ക് ഭയങ്കര അത്ഭുതം. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഫ്രാങ്കി ആൻഡ് ടീം അവരാണെങ്കിൽ സേഫായി ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവർ ചുറ്റും നോക്കും. ആ വലിയ റോബോട്ട് അതാണ് അവരെ സേഫ് ആക്കി കൊണ്ടുവന്നിരിക്കുന്നത്. റോബോട്ട് ഓപ്പണായി ഇപ്പൊ അതിൽ നിന്ന് ഒരു പെൺകുട്ടി പുറത്തേക്ക് വരും. അവളാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് സോറി പറയും. ആക്ച്വലി ആ ഷാർക്കിനെ വിട്ടത് ഞാനാണ്. അതിനോട് ചുറ്റും ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്ത് അവരുടെ അസറ്റ് അത് അടിച്ചു മാറ്റാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പ്രോഗ്രാമിംഗ് ചെയ്തതിൽ ചെറിയൊരു ക്ലിച്ച് കാരണം അത് നിങ്ങളെ ഭക്ഷിക്കാനായിട്ട് ശ്രമിച്ചു. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് സമയത്ത് ഇടപെട്ട് നിങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. നിങ്ങൾ പൈററ്റ്സ് ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നേവിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. ഞാനാണ് സാക്ഷാൽ വേഗ് ഓഫ് പങ്ക്. അത് കേട്ട് ആൾക്കാരെല്ലാവരും ഷോക്കാവുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.